സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ക്രിസ്മസും പുതുവത്സരവും ഒക്കെ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു മാനവ സമൂഹമാണ് നമ്മുടെ ചുറ്റിലും ഉള്ളത്. അത് കേവലം ഒരു ലോക്കൽ സെലിബ്രേഷനല്ല, ലോകം മുഴുവനുമുള്ള എല്ലാ സമൂഹങ്ങളും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന രണ്ട് പ്രത്യേക സംഭവങ്ങളാണ് ക്രിസ്തുമസും അതുപോലെ പുതുവത്സരവും. മനുഷ്യരുടെ ഇടയിൽ മതജാതി വ്യത്യാസം കൂടാതെ പ്രത്യാശയും സന്തോഷവും ഒക്കെ ഉളവാക്കുന്ന രണ്ട് അനുഭവങ്ങളാണിത് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ലഘു സന്ദേശം കേൾക്കുന്ന ഏവർക്കും പ്രത്യേക ആശംസകളും അനുഗ്രഹങ്ങളും അറിയിക്കുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ഡിബേറ്റുകൾ ലോകത്തിൽ ഉണ്ട്. ക്രിസ്തു ജനിച്ചത് എന്നാണ്, എവിടെയാണ് ജനിച്ചത്, അതുപോലെ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രിസ്തീയമായിരിക്കുന്ന ഉത്സവമാണോ, അതിൽ മറ്റ് പുറജാതികളുടേതായിരിക്കുന്ന ആശയങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ നിലയിൽ ഒത്തിരി ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു കാലമാണ്. ക്രിസ്തുമസ് ആഘോഷിച്ച അന്നു മുതൽ ഇന്നുവരെയും ഈ ചർച്ചകൾക്ക് വിരാമം കുറിച്ചിട്ടില്ല, അതങ്ങനെ തുടരുന്നു. ഞാൻ അതിനകത്ത് ഡിബേറ്റുകളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വചനം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സെക്യുലർ ഹിസ്റ്ററിയും അതിനടിവരയിടുന്നുണ്ട് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് ഞാൻ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യത്തെ അധികരിച്ച് ചില വാക്കുകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഈ വാക്യത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള അത്ഭുതകരമായിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഒന്നാമത് പറയുന്നത് ഇതൊരു അത്ഭുതകരമായിരിക്കുന്ന സന്ദേശമാണ്. എ സൂപ്പർ നാച്ചുറൽ മെസ്സേജ്. ഇതൊരു സാധാരണ സന്ദേശമല്ല. ക്രിസ്തുമസ് എന്നിങ്ങനെ പറഞ്ഞും കേട്ടും ആഘോഷിച്ചുമൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഇതിൻ്റെ നിസ്തുല്യ സ്വഭാവം ആളുകൾ മറന്നു പോയിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ തലമുറയിലും അതിനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ക്രിസ്തുമസ് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സന്ദേശമാണ്. എന്താ അതിൻ്റെ കാര്യം? ഇവിടെ പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതാണ് ഇതിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന വശം. ക്രിസ്തുമസിൻ്റെ ആത്മീയ സന്ദേശം എന്ന് പറയുന്നത് മാനുഷികമായ നിലയിൽ നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയും ചേർന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്, നമുക്കത് മനസ്സിലാകും. എന്നാൽ അങ്ങനെ അല്ലാതെ കന്യകയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്, അതിശയകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുമസ് ലോകത്തിലെ മറ്റെല്ലാ ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തവും വ്യതിരിക്തവുമായിരിക്കുന്നു. കാരണം അത് അതിൻ്റെ അത്ഭുത സ്വഭാവം തന്നെയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമത്, നമുക്ക് ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നായിരിക്കും. എന്താ ഇമ്മാനുവേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി ലോകത്തിൽ ജാതനായി തീർന്നു, ഒരു വ്യക്തി ലോകത്തിൽ ജനിച്ചു, ആ വ്യക്തിയുടെ പേര് ഇമ്മാനുവേൽ എന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്ന് പറഞ്ഞാൽ എന്താണ് ബിബ്ലിക്കൽ റൈറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്? വിശുദ്ധ മത്തായി എന്താണ് അതിലൂടെ പറയാനായിട്ട് പരിശ്രമിക്കുന്നത്? അദ്ദേഹം പറയുന്നത് സാക്ഷാൽ ദൈവം മനുഷ്യനായി ജനിച്ച് നമ്മോടുകൂടെ പാർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്തോ ഒരു അതിശയകരമായിരിക്കുന്ന കാര്യമാണ്. ലോകത്തിൽ എത്രയോ മനുഷ്യർ ജനിക്കുന്നു, മഹാന്മാരും മഹതികളുമായിരിക്കുന്ന അനവധി മനുഷ്യർ ജനിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ദൈവം നമ്മോട് കൂടെ എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിൽ ദൈവത്വമുള്ള ആളുകളല്ല. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചിട്ട് ദൈവത്വം പ്രാപിച്ചയാളല്ല. ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. അതാണ് ക്രിസ്തുമസിൻ്റെ നിസ്തുല്യത എന്ന് പറയുന്നത്.
പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കാതിരിക്കാനായിട്ട് പാടില്ല. അതിൻ്റെ കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നതിൻ്റെ ഉറപ്പാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. ഒരു മനുഷ്യനെ ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ, ദൈവസ്നേഹത്തെ അറിയുവാനും അനുഭവിക്കുവാനും തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും താൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരേണ്ടത് ആവശ്യം തന്നെയാണ്. മൂന്നാമത് നമുക്ക് ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ക്രിസ്തുമസ് എന്ന് പറയുന്നത് മനുഷ്യൻ പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ല. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് മനുഷ്യൻ പദ്ധതിയിട്ട ഒരു കാര്യമല്ല. കാരണം ഈ വാക്യത്തിൻ്റെ അവസാനം ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത്, എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്തുമസ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാടിയുടെ ഒരു ഭാഗമാണ്, ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ പൂർത്തീകരണമാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? പഴയ നിയമ പ്രവചനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത് എന്നുള്ള കാര്യം വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച ആളുകൾ ഒരു പേരിട്ടതല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അത് പ്രവാചകന്മാർ എഴുതി ഉറപ്പിച്ചതായിരിക്കുന്ന ഒരു സന്ദേശമാണ്. ആ അർത്ഥത്തിലും ക്രിസ്തുമസിന് അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യം ഉണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനിയും ക്രിസ്തുമസിൻ്റെ പർപ്പസ് എന്താണ്? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് ലോകത്തിൽ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ ആളുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ചിലർ വർണ്ണാഭമായിരിക്കുന്ന രാവുകൾ സംഘടിപ്പിക്കുന്നു, ചിലർ ഡ്രിങ്ക്സ് സംഘടിപ്പിക്കുന്നു, ചിലർ സ്പെഷ്യൽ ഫുഡ്, കേക്കുകൾ, അതുപോലെ സമ്മാനങ്ങൾ, ഇതൊക്കെ കൈമാറി പാട്ടുകൾ, ആഘോഷങ്ങൾ, പല റിലീജിയസ് ഫെസ്റ്റിവൽസൊക്കെ സംഘടിപ്പിച്ച് ഇതിനെ ആഘോഷമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ക്രിസ്തുമസിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തുമസിൻ്റെ ആത്മീയമായിരിക്കുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണമെങ്കിൽ യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് വന്നത്, മനുഷ്യനായി ജന്മമെടുത്തതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈ അർത്ഥം മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ക്രിസ്തുമസ് അർത്ഥപൂർണമാകൂ, അന്വർത്ഥമാകൂ. അല്ലാത്തതെല്ലാം ആഘോഷങ്ങളിൽ അത് പൂർത്തിയായിത്തീരും, അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യമില്ലാതെ വരും. എന്നാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിന് താൻ എന്ത് ചെയ്തു? കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ ജീവനെ ഒരു യാഗമായിട്ട് അർപ്പിച്ചു. ഈ കർത്താവിനെ ഒരു മനുഷ്യൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നിടത്താണ് തൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ആഘോഷങ്ങളെല്ലാം വരും ഉപരിപ്ലവമായിരിക്കുന്ന ആഘോഷങ്ങളായിട്ട് അവസാനിക്കും. വീണ്ടും നമുക്ക് നിരാശയും ശൂന്യതയുമായിരിക്കും നമ്മുടെ ഫലം എന്ന് പറയുന്നത്. ഒരാഘോഷം നടത്തിയതുള്ള സന്തോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നു എന്നുള്ള ഉറപ്പ്, സന്തോഷം നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു, ഞാൻ ക്രിസ്തുയേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു എന്നുള്ള ഉറപ്പും സന്തോഷവും നമുക്ക് പ്രാപിച്ചെടുക്കാൻ സാധിക്കും. ഈ ക്രിസ്മസ് കാലം ക്രിസ്തുമസിൻ്റെ ആത്മീയ അർത്ഥവും സന്ദേശവും മനസ്സിലാക്കി ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ സന്ദേശം കേട്ട് അനേകരെ ഒരുക്കട്ടെ. അങ്ങനെ ഈ ക്രിസ്തുമസ് നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രി, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648.